ഈ ഒരു ഹോം തിയേറ്റർ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ നമുക്ക് കുറച്ച് റിഫ്ലക്ഷൻസ് വേണം. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റുഡിയോ റൂമല്ല ഡിസൈൻ ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് ഇന്ന സൗണ്ട് സിഗ്നേച്ചർ ആയിരിക്കും ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. 1 റോ സീറ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ കുറേ പ്രോബ്ലം സോൾവ് ആയി. കാരണം 2 റോ സീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ചും കൂടി ലെങ്ത്ത് വേണ്ടി വരും. ഈ റൂം കാണുമ്പോൾ തന്നെ ഒരു സാധാരണ രീതിക്ക് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന രീതിക്ക് അല്ലാണ്ട് ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്ത് എന്ന് പറയുന്ന ഒരു ഡയമെൻഷനാണ് ഈ റൂമിന് നമുക്ക് കിട്ടിയത്. ക്ലൈമാക്സ് സിനിമാസിൻ്റെ മറ്റൊരു തിയേറ്റർ ഷോക്കേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കഴക്കൂട്ടത്താണ്. കംപ്ലീറ്റ്ലി ക്ലിപ്സിൻ്റെ ഇൻവോൾവ് സ്പീക്കർ പാക്കേജിൽ തീർത്തിട്ട് ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്ററാണ് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഇന്ന് നമുക്ക് ടെക്നിക്കൽ ആസ്പെക്റ്റ് നമുക്കൊന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് ജെസിയിൽ നമ്മുടെ കൂടുതൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു തിയേറ്ററിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സതീഷ് സാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നോർമൽ മൂവി തിയേറ്റേഴ്സിലെ പോലെ തന്നെ സ്പീക്കേഴ്സ് ഒന്നും വെളിയിൽ കാണരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സജഷൻ. പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തപ്പോഴായാലും ആ ഒരു സജഷൻ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളൊരു 3D ഡിസൈൻ നമ്മൾ പ്രപ്പോസ് ചെയ്യേണ്ടത്. ആ 3D ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു മനോഹരമായ ഒരു തിയേറ്ററിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യുവൽ ടോൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. വാൾസിലായിക്കോട്ടെ അല്ലെങ്കിൽ സീലിംഗിലായിക്കോട്ടെ നമ്മളൊരു ഡ്യുവൽ ടോൺ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് അതോടൊപ്പം തന്നെ ഒരു ഗ്രേ കോമ്പിനേഷനാണ് ഈ ഒരു തിയേറ്റർ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗിലായിക്കോട്ടെ അല്ലെങ്കിൽ വാൾസിലായിക്കോട്ടെ ത്രൂ ഔട്ട് ഒരു ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ത്രൂ ഔട്ട് വാൾസിൽ നോക്കിയാൽ കാണും ഒരു ആംഗുലർ ടൈപ്പ് ഡിസൈനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ഡിസൈനെ മനോഹരമാക്കുന്ന രീതിയിൽ തന്നെയാണ് വാം പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുള്ളത്. സൈഡ് വാൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സീലിംഗ് ആയിക്കോട്ടെ നമ്മൾ കംപ്ലീറ്റ്ലി അക്വസ്റ്റിക് മെറ്റീരിയൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഈ കാണുന്ന അക്വസ്റ്റിക് ഫാബ്രിക്കിൽ നമ്മൾ റാപ്പ് ചെയ്ത പാനൽസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് റിഫ്ലക്ഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യും. നമ്മുടെ സ്പീക്കേഴ്സൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സൗണ്ട് പ്രോപ്പർലി നമുക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് ബാക്കി ഡിഫ്യൂസേഴ്സിനെയും എല്ലാത്തിനെയും പ്ലേസ്മെൻറ്റ് നൽകിയിട്ടുള്ളത്. അതിനുശേഷമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു സൗണ്ട് സിഗ്നേച്ചറിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഈ തിയേറ്ററിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 14 അടി നീളവും അതേപോലെ വീതി എന്ന് പറയുന്നത് 13 അടിയുമാണ്. സാർ നമ്മളെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ റൂമിന് ഡയമെൻഷൻ ചെറുതായതുകൊണ്ട് നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി 2 അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 മാനുവൽ റിക്ലൈനേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീതി ഇത്രയും ഉള്ളതുകൊണ്ടും നമുക്ക് 2 സീറ്റ് മതി എന്നുള്ളതുകൊണ്ടും നമ്മൾ ഒരു സിംഗിൾ റോ സീറ്റിംഗാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഈ കാണുന്ന ഒരു ബിവറേജ് കൗണ്ടറാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മൂവീസ് വാച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഡ്രിങ്ക്സും കഴിക്കാം, സ്നാക്സ് എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്ലോറിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അക്വസ്റ്റിക് ലഷ് കാർപ്പറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സൗണ്ട് അബ്സോർപ്ഷൻ കൂടുകയും അതിനോടൊപ്പം തന്നെ കാണുന്നവർക്കൊരു കംഫർട്ട് ഫീൽ നൽകുകയും ചെയ്യുന്നു. കസ്റ്റമൈസേഷൻ എന്ന് നമുക്ക് തിയേറ്ററിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടർ തന്നെയാണ്. നമുക്ക് കിട്ടുന്ന ഓരോ റൂമിൻ്റെ ഡയമെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ നമുക്ക് ഒരിക്കലും ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് ഐറ്റം ഒരിക്കലും എല്ലാ റൂമുകളിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂമിൻ്റെയും ഇപ്പോൾ ഡയമെൻഷൻസും വിൻഡോ പൊസിഷൻ, ഡോർ പൊസിഷൻ, അതേപോലെ കസ്റ്റമർ പ്രിഫറൻസ് ഈ വക കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഓരോ തിയേറ്ററും ഡിസൈൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സതീഷ് സാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞ സമയത്ത് കുറച്ച് കാര്യങ്ങളും കുറച്ച് കണ്ടീഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്രൈറ്റീരിയാസും നോക്കിയിട്ടാണ് നമ്മൾ ഈ കാണുന്നൊരു മനോഹരമായ ഒരു തിയേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 14 ഫീറ്റ് ലെങ്ത്തും അതുപോലെ 13 ഫീറ്റ് വിഡ്ത്തുമുള്ള ഈ ഒരു റൂമിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന കൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഡോൾബി അറ്റ്മോസ് 5.1.2 ആണ്. സ്പീക്കേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലിപ്സിൻ്റെ പ്രോ സീരീസിൽ വരുന്ന സ്പീക്കേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു കോപ്പർ ഡ്രൈവ് വരുന്ന സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ വോക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിഡ് ആയിക്കോട്ടെ നല്ല രീതിക്ക് ആ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടാൻ സഹായിക്കുന്നുണ്ട്. കുറച്ചൊരു ബ്രൈറ്റ് സൗണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ക്ലിപ്സിൻ്റെ ഈ പ്രോ സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു തിയേറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന AVR എന്ന് പറയുന്ന ഡെനോണിൻ്റെ 2800 എന്ന് പറയുന്ന മോഡലാണ്. 150 വാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു AVR റിസീവറാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വിത്ത് കമ്പൈൻഡ് വിത്ത് ക്ലിപ്സ് എന്ന് പറയുന്നൊരു നമുക്കൊരു മൂവി ആസ്വദിക്കുന്ന സമയത്ത് ഈവൻ മിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വോക്കൽ ആയിക്കോട്ടെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഒരിക്കലും ആ ഒരു പവർ ഡ്രോപ്പ് വരുന്നില്ല. ഇപ്പോൾ യൂഷ്വലി ഒരു ഫൈറ്റ് സീക്വൻസോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഒരു സൗണ്ടൊക്കെ വരുന്ന സമയത്ത് ആ ഒരിക്കലും പവർ ഡ്രോപ്പ് വരാത്ത രീതിയിലാണ് ഈ ഒരു AVR ഡിസൈൻ ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്യുന്ന സ്പീക്കേഴ്സിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. AVR 2800 ആയതുകൊണ്ട് തന്നെ 150 വാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ഒരു ടോട്ടൽ തിയേറ്ററിൻ്റെ ആ ഒരു സൗണ്ട് സിഗ്നേച്ചർ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പവർ ഡ്രോപ്പ് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അത്രയും വാട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്പീക്കറിൽ പോലും നമുക്ക് പവർ ഡ്രോപ്പ് അനുഭവപ്പെടാണ്ട് തന്നെ ആ ഒരു മൂവി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് LCR ആയിട്ട് കൊടുത്തിട്ടുള്ള ക്ലിപ്സിൻ്റെ Pro 250 RPW ആണ്. ഇൻവോൾവ് സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എസ്തെറ്റിക് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് റെഫറൻസ് പ്രീമിയർ അക്വസ്റ്റിക് ഡ്രൈവർ ഉള്ളത് കൊണ്ടും ഡയലോഗ്സ് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയും സൗണ്ട് സ്റ്റേജ് വളരെ ഇമ്മേഴ്സീവായി നിലനിൽക്കുന്നുണ്ട്. സറൗണ്ടിലേക്ക് നോക്കുമ്പോൾ ക്ലിപ്സിൻ്റെ തന്നെ പ്രോ സീരീസിൽ വന്ന് 16 RW ഇൻവോൾവ് സ്പീക്കേഴ്സ് ആണ്. ഈ ഒരു സ്പീക്കേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഫുൾ റേഞ്ച് സൗണ്ട് ഫീൽഡ്
നമുക്കൊരു മൂവി കാണുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. സീലിംഗിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്ലിപ്ഷിന് തന്നെ CS18C എന്ന് പറയുന്ന ഇൻ സീലിംഗ് സ്പീക്കേഴ്സാണ്. അപ്പോൾ 8 ഇഞ്ച് ഡ്രൈവ് വരുന്ന സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മൂവി എഫക്റ്റ്, ഒരു അറ്റ്മോസിൻ്റെ എഫക്റ്റ് നമുക്ക് പ്രോപ്പർലി കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ഒരു ഇടിമിന്നലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഓവർ ഹെഡ് സൗണ്ട് എഫക്ട്സ് ഒന്നും എന്തും ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു മൂവി എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യേണ്ട ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ക്ലിപ്ഷിൻ്റെ CS18C എന്ന് പറയുന്ന മോഡൽ. കംപ്ലീറ്റ് ക്ലിപ്പ് സ്പീക്കർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സൗണ്ട് സിഗ്നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന സബൂഫർ എന്ന് പറയുന്നത് ക്ലിപ്ഷിൻ്റെ തന്നെയാണ്. 120SW എന്ന് പറയുന്ന ഒരു പവേർഡ് സബൂഫറാണ്. ഈ ഒരു സബൂഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡീപ്പ് ആയിട്ടുള്ള ടൈറ്റ് ബേസ് ആയിരിക്കും. ആക്ഷൻ സീൻസിൽ അതിൻ്റെ ഫുൾ പവർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു സബൂഫറിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 400 വാട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ റൂമിലേക്ക് പവർ ചെയ്യാൻ ഈ ഒരു സബ്വൂഫർ മാത്രം ഇനഫാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കൺഫിഗറേഷൻ 5.1.2 അറ്റ്മോസ് കൺഫിഗറേഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏതൊരു കാലത്തും നമ്മളെല്ലാ തിയേറ്ററിനും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു അടുത്തൊരു അപ്ഗ്രേഡേഷൻ വന്ന സമയത്ത് കസ്റ്റമറിന് തോന്നുവാണ് എനിക്കൊരു 9 ചാനലാകാം അല്ലെങ്കിൽ 11 ചാനലാകാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോൾ ഏത് തിയേറ്റർ ബേസ് കൺഫിഗറേഷൻ ചെയ്തിട്ട് നമ്മൾ അടുത്ത ലെവൽ കൺഫിഗറേഷനിലേക്ക് എപ്പോഴും കേബിൾസും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിയേറ്റർ 5.1.2 ആണെന്നുണ്ടെങ്കിലും നമുക്കത് നമ്മുടെ സതീഷ് സാറിന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 9.2ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കേബിൾസും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. ലൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആംഗിൾഡ് പാനൽസിന് ഇടയിലായിട്ടാണ് വാം പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. സീലിംഗിലായിക്കോട്ടെ നമ്മൾ വാൾസിലായിക്കോട്ടെ ത്രൂ ഔട്ട് ആ ഒരു ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. സീലിംഗിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഒരു നമുക്ക് എന്താ പറയുക ഫുൾ ടൈം നമ്മൾ സൈഡ് പ്രൊഫൈൽ ലൈറ്റ്സ് ഇടുന്ന ബിവറേജ് കൺട്രോളിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുകയോ ഡ്രിങ്ക്സ് കഴിക്കുന്നതിലുപരി നമുക്കൊരു മൂവി എൻജോയ് ചെയ്യുന്ന സമയത്ത് ഒരു മൈൽഡ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടാനും കൂടെ ഈ സീലിംഗ് ലൈറ്റ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ബ്ലാക്ക് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലത്തെ വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ത്രൂ ഔട്ട് സീലിംഗിൽ കൂടെ കയറി എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വാളിലേക്ക് എത്തി നമ്മൾ ഫ്ലോറിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ആൾക്കാർക്കായാലും ഈ പറഞ്ഞൊരു കംപ്ലീറ്റ്ലി ഒരു ക്ലോസ്ഡ് ഒരു വിഷൻ ആയിരിക്കും കിട്ടുക. പുറത്തുനിന്ന് ആദ്യം കാണുന്ന ഒരാൾക്ക് നോട്ടീസ് ചെയ്യുന്ന ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയായിരിക്കും. നമ്മളെല്ലാ തിയേറ്ററിലും ഈ പറഞ്ഞൊരു ഗ്രേ പ്ലസ് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ നമ്മൾ ചെയ്ത് കാണുന്നുണ്ട്. എപ്പോഴും ഡിസൈൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറിന് കൊടുക്കുന്നൊരു ഓപ്ഷനാണ്. സ്വന്തമായിട്ട് വീട്ടിൽ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് പലർക്കും ഒരു ഐഡിയ ഉണ്ടാവും, എൻ്റെ വീട്ടിൽ തിയേറ്റർ ചെയ്യുമ്പോൾ ഇന്നൊരു കളർ വേണം അല്ലെങ്കിൽ ഇന്നൊരു കളർ കോമ്പിനേഷൻ വേണം. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഗ്രേ പ്ലസ് ഒരു ബ്ലാക്ക് തിയേറ്റർ നമുക്ക് സതീഷ് സാറിന് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്തതായി ഈ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന സ്ക്രീനെ പറ്റി പറയാം. ഈ ഒരു തിയേറ്ററിൽ ഇനിഷ്യലി നമ്മൾ കൊടുത്തിരുന്നത് 120 ഇഞ്ച് സ്ക്രീനായിരുന്നു. 120 ഇഞ്ചിൻ്റെ അക്വസ്റ്റിക് ട്രാൻസ്ഫർ 4K സ്ക്രീനായിരുന്നു. സൈറ്റ് വ്യൂസിന് ശേഷവും ഈ പറഞ്ഞ നമ്മുടെ സതീഷ് സാറിൻ്റെ ഒരു ഇൻപുട്ട് എടുത്തതിന് ശേഷം ഒരു റോ സീറ്റ് മതിയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് നോർമലി നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഫ്ലോസ്റ്റർ പ്രൈസറോ കാര്യങ്ങളൊന്നും ഈ തിയേറ്ററിൽ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ 2 സീറ്റ് മാത്രമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. കസ്റ്റമറുടെ സമ്മതത്തോടു കൂടി തന്നെ നമ്മൾ റീവർക്ക് ചെയ്തൊരു കൊട്ടേഷൻ കൊടുത്തു. അങ്ങനെയാണ് ഈ കാണുന്ന ബാക്കിൽ കാണുന്ന 135 ഇഞ്ചിൻ്റെ അക്വസ്റ്റിക് ട്രാൻസ്ഫർ 4K സ്ക്രീൻ വരുന്നത്. നോർമൽ സ്ക്രീൻസ് പോലെ തന്നെയല്ല, ഇതൊരു എഡ്ജ് ഫ്രീ സ്ക്രീനാണ്. എയോണിൻ്റെ അക്വസ്റ്റിക് ട്രാൻസ്ഫർ 4K സ്ക്രീനാണ് ഫ്രം ദ ബ്രാൻഡ് എലൈറ്റ്. ബെൻക്യൂവിൻ്റെ TK710 എന്ന് പറയുന്ന ഒരു ലേസർ പ്രൊജക്ടറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ലേസർ ലൈറ്റ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കളർ റീപ്രൊഡക്ഷൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. യാതൊരു ഡിസ്റ്റോർഷനോ സിഗ്നൽ ലോസോ ഒന്നും ഇല്ലാണ്ട് തന്നെ പ്രോപ്പർലി നമുക്ക് മൂവി വാച്ച് ചെയ്യാൻ വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രൊജക്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കമ്പൈൻഡ് വിത്ത് ക്ലിപ്ഷ് അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടറും എല്ലാം കൂടെ ചേർന്ന ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഈ കാണുന്ന മനോഹരമായൊരു തിയേറ്റർ. ഈ ഒരു തിയേറ്ററിന് ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10 lakh rupees 10 ലക്ഷം രൂപയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു മനോഹരമായ തിയേറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മീഡിയ പ്ലെയർ ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ആപ്പിൾ TV 4K ആണ്. ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മാസീവ് സ്ക്രീനാണ്. അതേപോലെ തന്നെ സ്ക്രീനിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു വാൾ ടു വാൾ വരുന്ന രീതിയിലൊരു കസ്റ്റം മെയ്ഡ് AVR റാക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡ് നോക്കി കാണാൻ സാധിക്കും ഒരു കസ്റ്റം മെയ്ഡ് അക്വസ്റ്റിക് ഡോറും കാണാം. അതിന് മുകളിലായിട്ട് നമ്മളൊരു എക്സിറ്റ് ബോർഡ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒട്ടുമിക്ക വീഡിയോസിലും കസ്റ്റമർ പറയുന്നത് കേൾക്കുന്നുണ്ട് ജസീൽ എന്നല്ലേ. ജസീലൊരു സൂപ്പർ ടെക്നീഷ്യനാണ്, സൂപ്പർമാനാണ് എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ജസീലുണ്ട്. ഇന്നത്തെ ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്ന് നമ്മളിവിടെ ജസീൽ വന്നിട്ടുണ്ട്. ഹായ് ജസീൽ, അപ്പോൾ നമുക്ക് ഈ ഒരു റൂമിന് ഡയമെൻഷൻ വെച്ചിട്ട് ഇനിഷ്യൽ സൈറ്റ് വ്യൂസിന് എന്തായാലും ജസീൽ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ റൂമിന് ഡയമെൻഷൻ വെച്ചിട്ട് സാറ് പറഞ്ഞ കുറച്ച് കണ്ടീഷൻസും ക്രൈറ്റീരിയയും അറിയാമല്ലോ, സാറ് ഇൻവാൾവ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ബാർ കൗണ്ടറും ഇതെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് എന്തായിരുന്നു നമുക്ക് നേരിട്ടൊരു പ്രധാന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഡിസൈനിങ്ങിൻ്റെ എല്ലാ കാര്യത്തിലും? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ റൂം കാണുമ്പോൾ തന്നെ ഒരു സാധാരണ രീതിക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന രീതിക്ക് അല്ലാണ്ട് ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്ന ഒരു ഡയമെൻഷനാണ് ഈ റൂമിന് നമുക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ നമുക്ക് ആ സ്പീക്കർ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഡിഫിക്കൽട്ടി അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ സൈഡിൽ ബാർ കൗണ്ടർ, പിന്നെ നമുക്ക് വരുന്നത് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു ലോങ് വിൻഡോ ഉണ്ടായി. അപ്പോൾ ഇത്രയും ചലഞ്ചസാണ് നമ്മൾ ടാക്കിൾ ചെയ്തത്. അത് ഇങ്ങനെ വരാൻ കാരണം നമുക്ക് ബാക്ക് സൈഡിലാണ് ഡോറ്.
അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് കയറി സീറ്റിംഗ് അറേഞ്ച് എന്നുള്ള രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ. പിന്നെ സ്ക്രീനിൻ്റെ സൈസ് മാക്സിമം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്തിൻ്റെ ലെങ്ത് ആക്കാം, എന്നിട്ട് പിന്നെ 1 റോ സീറ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ കുറേ പ്രോബ്ലം സോൾവ് ആയി. കാരണം 2 റോ സീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ചും കൂടിയും ലെങ്ത് വേണ്ടി വരും റൂമിൽ. പിന്നെ 5.1 എന്ന് വരാൻ കാരണം ഈ റൂമിൻ്റെ ഡയമെൻഷനാണ് ഏകദേശം 14/13 അങ്ങനെ ഒരു ഡയമെൻഷൻ ആണ് ഈ റൂമിന് വന്നിരിക്കുന്നത്. ഓക്കെ. ഈ ഒരു ഡയമെൻഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5.1.2 എന്നൊരു കോൺഫിഗറേഷനിലുള്ള സ്പീക്കേഴ്സാണ്. ഇതിന് അറ്റ്മോസ് വരുന്നത് ഏകദേശം സീറ്റിങ്ങിന് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ്, സറൗണ്ട് വരുന്നത് അതിനും കുറച്ച് ബാക്കിലേക്കായിട്ടാണ്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷനിൽ നമുക്ക് ബാക്ക് സറൗണ്ട് എമുലേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു അറ്റ്മോസ് കോൺഫിഗറേഷനിൽ തന്നെ നമുക്ക് ബാക്ക് സറൗണ്ട് ചെറുതായിട്ട് നമുക്ക് ലഭിക്കുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഈ ഒരു റൂം ഡയമെൻഷൻ നമ്മളെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അവസാനം എല്ലാ ചലഞ്ചസും ടാക്കിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഡിസൈനിലേക്ക് എത്തിയത്. ജസ്റ്റ് ഇപ്പോൾ ഡിസൈൻ്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബാർ കൗണ്ടർ എന്തായാലും നമ്മൾ മൾട്ടിവുഡിലായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ മൾട്ടിവുഡിൽ ചെയ്യുമ്പോൾ തന്നെ റിഫ്ലക്ഷൻസും കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ജനറേഷൻ വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം സ്പീക്കർ സറൗണ്ട് വന്നിരിക്കുന്നത് ക്ലോസ് ടു നമ്മുടെ ബാർ കൗണ്ടറാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ആ ഒരു പ്രോപ്പർ സൗണ്ട് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്ത് എത്തിച്ചത്? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നോക്കുമ്പോൾ ഈ ഒരു ഹോം തിയേറ്റർ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ നമുക്ക് കുറച്ച് റിഫ്ലക്ഷൻസ് വേണം. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റുഡിയോ റൂമല്ല ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. സ്റ്റുഡിയോ റൂം ആണെങ്കിൽ നമ്മൾ മാക്സിമം റിഫ്ലക്ഷൻസ് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ നമ്മൾ കുറച്ച് റിഫ്ലക്ഷൻസ് നമ്മൾ നിർത്തിയിട്ട് വേണം നമ്മൾ മൂവീസ് അതിനനുസരിച്ച് കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി, മൂവീസിന് വേണ്ടി കാലിബ്രേഷൻ ചെയ്യാൻ. ഓക്കെ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു സാക്രിഫൈസ് നമുക്ക് ഏത് റൂമിലാണെങ്കിലും ചെയ്യേണ്ടി വരും. അത് ഈ റൂമിൻ്റെ ഡയമെൻഷൻ തന്നെ കണ്ടാൽ നമുക്കറിയാം. പിന്നെ സാറിന് ഒരു ബാർ കൗണ്ടർ വേണമെന്ന് എന്തായാലും അത്യാവശ്യം പറഞ്ഞു. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് റൂം എന്നുള്ള രീതിക്കാണ് സാറ് ആദ്യം പ്ലാൻ ചെയ്തിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോയി. ഒരു ഫുള്ളി ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ എന്ന് പറയുന്നതിനുപരി ഒരു എൻ്റർടൈൻമെൻറ്റ് കം ഹോം തിയേറ്റർ എന്നുള്ള രീതിക്ക്. നേരത്തെ പറഞ്ഞ ഈ റിഫ്ലക്ഷൻ പോയിൻറ്റ്സ് അത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഒരു സൗണ്ട് ഡെഡ് ആവണതിന് പകരം കുറച്ചും കൂടി ലൈവ്ലി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ കാലിബ്രേഷൻ വരുമ്പോൾ ഈ ഒരു ബാർ കൗണ്ടർ വന്നേക്കുന്നത് കാരണം ആ ഒരു സ്പീക്കറിൻ്റെ ലെവൽ നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഈ ഒരു സ്പീക്കർ കോൺഫിഗറേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതൊരു തിയേറ്റർ ചെയ്യുമ്പോഴായാലും നമുക്ക് ഈ പറഞ്ഞ കസ്റ്റം സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് സാധനം നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറിനെ അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മികച്ചൊരു എക്സാമ്പിൾ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ബാർ കൗണ്ടർ വന്നേക്കുന്ന റിഫ്ലക്ഷൻ പോയിൻറ്റ്സ് ആഡ് ചെയ്യണമൊക്കെ. അപ്പോൾ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തിയേറ്ററിൽ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നാലേ? നമുക്ക് ഏതൊരു ഹോം തിയേറ്ററിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിസൈൻ ആസ്പെക്റ്റാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ഒരു 90% ഡിസൈൻ ആസ്പെക്റ്റാണ്. ഇനി അങ്ങനെ ഒരു ഡിസൈൻ ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു മുറിക്ക് ഇത്ര പാനലിങ്, ഒരു സൗണ്ട് ഡെഡനിങ് പാനലിങ് വേണമെന്നുണ്ട്. ഓക്കെ. ആ ഒരു പാനൽസ് കറക്റ്റ് റിഫ്ലക്ഷൻ പോയിൻറ്റ്സിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തിയേറ്ററിൻ്റെ ക്വാളിറ്റി അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇവിടെ നമ്മൾ ഈ ബാർ കൗണ്ടർ വന്നതിന് പകരം കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് എക്സ്ട്രാ ഫാബ്രിക് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ നമുക്ക് ചില സമയത്ത് ഫീൽ ചെയ്യും, വിസിബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ റിഫ്ലക്ഷൻ പോയിൻ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളിടത്താണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കോമ്പൻസേറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ അറിയാലോ, നമ്മൾ പ്രോ സീരീസ് ആണ് കംപ്ലീറ്റ് ക്ലിപ്പ് സ്പീക്കർ പാക്കേജ്, സബ് വൂഫർ ആയിക്കോട്ടെ അറ്റ്മോസ്ഫിയർ, നമ്മൾ കംപ്ലീറ്റ് ക്ലിപ്സിൻ്റെ പാക്കേജാണ്. 250 RPW സീരീസ് നമ്മൾ സ്പീക്കേഴ്സ് LCR കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ സറൗണ്ടും 16 RW ആണ്. അപ്പോൾ ഈ ഒരു കോപ്പർ ഡ്രൈവ് വരുന്ന ഇത് അറിയാലോ കുറച്ചുകൂടെ എന്തായാലും ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജുള്ള സ്പീക്കേഴ്സ് ആയിരിക്കും. ഇത് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമറിൻ്റെ ഒരു സൗണ്ട് സിഗ്നേച്ചർ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ഇനിഷ്യലി എന്തായാലും പറയുമല്ലോ, ചിലർ പറയും മൂവി കാണണം, ചിലർ പറയും മ്യൂസിക് ആയിരിക്കും താല്പര്യം. അപ്പോൾ പലരുടെയും ടേസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും, അറിയില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ട് സിഗ്നേച്ചർ ആയിരിക്കില്ല ജെസ്സിയില്ല. ഇപ്പോൾ ഓരോ പേഴ്സണും വേറിട്ടിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഈ ഒരു തിയേറ്ററിൽ ഇതായിരിക്കും വേണ്ടതെന്നാണ് നമ്മളൊരു ഇതിലേക്ക് എത്തിയത്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 16 കൊടുത്തിരിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് 14 കൊടുത്തില്ല? അല്ലെങ്കിൽ LCR നമ്മൾ എന്തുകൊണ്ട് കുറച്ചുകൂടെ കുറഞ്ഞ മോഡൽ കൊടുത്തതിന് പകരം ഈ ഒരു മോഡൽ കൊടുത്തു? നമുക്ക് ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് ഇന്ന സൗണ്ട് സിഗ്നേച്ചർ ആയിരിക്കും ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാം ഡെമോയും ഒന്ന് പരിചയപ്പെടാനാണ്. ഓക്കെ. കാരണം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സൗണ്ട് സിഗ്നേച്ചർ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ആരാണെങ്കിലും ഇത് ഹോം തിയേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരാണെങ്കിലും ചെന്ന് എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് ഏകദേശം എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന സ്പീക്കറാണെന്ന് ഉപയോഗിച്ചാൽ
ആ ഒരു സൗണ്ട് സിഗ്നേച്ചർ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അവർ കസ്റ്റമർ റെക്കമെൻഡേഷൻ. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഒരു ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ കിട്ടും. അപ്പോൾ കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള സൗണ്ട് ആണോ അതോ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളാണോ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 16 RW ആണ്. 14 RWയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടിയും ഒരു ന്യൂആൻസ്ഡ് സൗണ്ട് എന്നുള്ള രീതിക്ക് വരും, കുറച്ചും കൂടി മൈന്യൂട്ട് ആവും. ഇത് കുറച്ചും കൂടി ഓപ്പൺ സൗണ്ടിങ് ആണ്. ഈ റൂമിന് ഇത് ഇച്ചിരി വലുതാണ്. ഈ ബാർ കൗണ്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഇത് ഒരു ആപ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ സാറിൻ്റെ ഒരു റെക്കമെൻഡേഷനും കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ എല്ലാം LCR പ്ലസ് ഇത് ടിമ്പർ മാച്ചിങ് എന്നുള്ള രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് പൊതുവേ ബ്രൈറ്റ് സൗണ്ട് ആണെന്നുള്ളൊരു ചിലർ പറയുന്നുണ്ട്. ഈ പറഞ്ഞാൽ അറിയാലോ, സൗണ്ട് സിഗ്നേച്ചർ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രീതി വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ സാറിപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഈ ഒരു സൗണ്ട് സിഗ്നേച്ചറിൽ ഹാപ്പിയാണ്. ഡിസൈൻ ആസ്പെക്റ്റ് ആയാലും ഇപ്പോൾ ആളിന്നിപ്പോൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ പുറത്തെങ്ങാണ്ട് പോയതുകൊണ്ടാണ് ഈ ഒരു റിവ്യൂവിൽ ഇരിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളെന്തായാലും ഒരു പോഡ്കാസ്റ്റ് ചാനൽ നമ്മളെന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ പലർക്കും അറിയില്ല അല്ലേ, റൂം ഡയമെൻഷൻ അറിയില്ല, അല്ലെങ്കിൽ എന്ത് ഡിവൈസാണ് എക്യുപ്മെൻറ്റ്സ് ആണ്, എങ്ങനെ എക്കോ ട്രീറ്റ് ചെയ്യാം അല്ലേ, അങ്ങനെ പല ബേസിക് കാര്യങ്ങളും പലപ്പോഴും അറിയത്തില്ല. അറിയുന്നവരുടെ കാര്യമല്ല പറഞ്ഞ്, അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുദ്ദേശിച്ച് നമ്മളൊരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലേ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലായിട്ട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും.